ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് അതൊരു അത്യാവശ്യം പ്രീമിയം ലെവലിൽ ചെയ്തിരിക്കുന്ന എന്നാൽ വലിയ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോർമൽ ലെവലിൽ ബഡ്ജറ്റ് വരുന്ന ഒരു കിച്ചൺ എങ്ങനെയൊക്കെ ലൈറ്റ് കാര്യങ്ങൾ കൊടുക്കുക, അതിൻ്റെ കബോർഡ് സിസ്റ്റമൊക്കെ എങ്ങനെ കൊടുക്കാമെന്ന ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മളിത് ഓപ്പൺ കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൻ്റെ ഏരിയയിൽ നമ്മളൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഷെൽഫാണ് വരുന്നത്. അത് ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് LED സ്ട്രിപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതിന് ശേഷം നമ്മൾ സൈഡിലായിട്ട് നമ്മുടെ ഹോബിൻ്റെ സിസ്റ്റം, കബോർഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഹോബ് ചിമ്മിണി വരുന്നുണ്ട്. പിന്നെ നമ്മൾ താഴെ, അതായത് ഏറ്റവും ഒരു പ്രശ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മിക്ക വീടുകളിലും നമ്മൾ കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ കബോർഡിൻ്റെ താഴെ സ്ലാബിൽ, അതായത് നമ്മുടെ ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്ന ഏരിയകളിൽ ഒട്ടും തന്നെ വെളിച്ചമില്ലാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ലൈറ്റ് കാണാത്ത രീതിയിൽ പ്രൊഫൈൽ LED ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈൽ LED കൊടുക്കുന്നതുകൊണ്ട് നല്ല വെളിച്ചം താഴേക്ക് നമുക്ക് കിട്ടും. അത് കബോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കബോർഡ് ഓപ്പൺ ചെയ്യുന്ന വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, കബോർഡിൻ്റെ ഉള്ളിൽ തന്നെ ഗ്രൂ അടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പ്രൊഫൈൽ LED നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ പ്രൊഫൈൽ LED ചാനൽ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രൊഫൈൽ LED തന്നെ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അതിലേക്ക് LED സ്ട്രിപ്പ് കാര്യങ്ങൾ കൊടുത്തു. അപ്പോൾ അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ ഇടാനുള്ള രീതിയിൽ തന്നെ അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അതായത് ഈ കബോർഡിൻ്റെ അകത്ത് തന്നെ അഡാപ്റ്റർ കാര്യങ്ങൾ കൊടുത്ത് കാണാത്ത രീതിയിൽ സെറ്റ് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. അതായത് നമ്മുടെ പ്രൊഫൈൽ LEDയിലേക്ക് വരുന്നത് DC ആണ് വരുന്നത്. ആ ഏരിയയിലേക്ക് വരുമ്പോൾ DC കൊടുക്കണം. മുകളിലേക്ക് AC-ക്കുള്ളൊരു പോയിൻറ്റും കാര്യങ്ങളും കൊടുത്തേക്കണം. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ വരുന്നതിൻ്റെ മുകളിലായിട്ട്, ഓപ്പൺ കിച്ചണിൽ വരുന്നതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കബോർഡ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്നത് BLDCയുടെ ഒരു ഫാനാണ്. അപ്പോൾ രണ്ട് സൈഡും കബോർഡ് വരുന്നതുകൊണ്ട് ഒരു ഫുൾ ഫാൻ അവിടെ ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഡോറിൽ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലീഫിൻ്റെ, അതായത് ഒരടി അല്ലെങ്കിൽ ചെറിയൊരു കുറവ് വരുന്ന രീതി, ഒരടിയിൽ വരുന്ന, അതായത് 30 സെൻറ്റിമീറ്റർ ഒക്കെ വരുന്ന രീതിയിലുള്ള 45 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ ഒക്കെ വരുന്ന രീതിയിലുള്ള ഫാനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കബോർഡിൻ്റെ അകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലഗ് പോയിൻറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന വേറെ ഒന്നുമില്ല. നമ്മൾ ഓവനോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ കബോർഡിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓവനൊക്കെ ഓവറായിട്ട് ഓപ്പൺ വെയിലിൽ വെക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ മിക്സി കാര്യങ്ങളൊക്കെ വെക്കുന്ന സൈഡിലായിട്ട് നമുക്കൊരു സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഇവിടെ ഇൻറ്റീരിയൽ വർക്കാണ് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നത്. മുകളിൽ ഓപ്പൺ ഏരിയയിൽ തന്നെ മുകളിൽ തന്നെ കബോർഡ് വർക്കുകൾ കൂടാതെ തന്നെ സീലിംഗ് വർക്ക് കാര്യങ്ങൾ, അതിൻ്റെ LED സ്ട്രിപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹോബിൻ്റെ സിസ്റ്റം കൊടുത്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹോബിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്രേ ഉള്ളൂ. ഹോബ് നമ്മൾ കൊടുക്കാൻ ആദ്യമേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഹോള് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരണം. പല സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് നമ്മൾ ചിമ്മിണി, അതായത് ഗ്യാസ് അടുപ്പ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഹോബ് വയ്ക്കും നമ്മൾ. അതായത് അതിൻ്റെ ഏറ് കാര്യങ്ങൾ കംപ്ലീറ്റ്, അതായത് നമ്മൾ പാചകം ചെയ്യുന്ന സമയത്തുള്ള സ്മെല്ല് കാര്യങ്ങൾ കംപ്ലീറ്റ് വലിച്ച് പുറത്തേക്ക് കളയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോബ് കാര്യങ്ങൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ വീട് മൊത്തം സ്പ്രെഡായിട്ട് വരുന്നതായിരിക്കും. ഇപ്പം മീനൊക്കെ വറുക്കുന്ന സമയത്ത്, നോൺ വെജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വീട് മൊത്തം സ്പ്രെഡായിട്ട് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോബ് ചിമ്മിണി കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിക്കണം. കാരണം വേറെ ഒന്നുമില്ല, ഈ ഹോബിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് ഒരു 6 ഇഞ്ച് പൈപ്പായിരിക്കും വരുന്നത്. ഫ്ലെക്സിബിൾ പൈപ്പാണ്. ഈ 6 ഇഞ്ച് പൈപ്പ് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ വീട് പണിയുമ്പോൾ സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ, കല്ല് വെച്ച് പണിയുന്ന സമയത്ത് തന്നെ അതിനുള്ള ഹോള് കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, നമ്മൾ ചിമ്മിണി കാര്യങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം അവസാനമായിരിക്കും നമ്മൾ ഹോബ് കൊണ്ടുവരുന്നത്. ഹോബ് അല്ലെങ്കിൽ ചിമ്മിണി കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് പറ്റുന്ന ഹോൾ ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കബോർഡ് കാര്യങ്ങളെല്ലാം തുളയ്ക്കേണ്ടി വരും, ഭിത്തി തുളയ്ക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ടായിരിക്കും. അതായത് എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഹോബിൻ്റെ ഹോൾ അടിക്കുന്നത്. ചില കമ്പനിക്കാരാണെങ്കിൽ ഫിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ചിലപ്പോൾ അവർ ഹോൾ അടിക്കുക കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ചിലപ്പോൾ ഇലക്ട്രീഷ്യന്മാരുടെ ഉത്തരവാദിത്വം ലെവലിലേക്ക് അവരെ മാറി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ലത് ഈ പറഞ്ഞ ലെവലിൽ ഹോബ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഹോബിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഹോൾ ഇട്ടേക്കുക. എക്സോസ്റ്റിനല്ല ഞാൻ ഉദ്ദേശിച്ചത്, എക്സോസ്റ്റിന് സെപ്പറേറ്റ് ഉണ്ട്. അതുകൂടാതെ ഹോബിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പൈപ്പ് കൊടുത്തേക്കുക. നമ്മൾ ഹോബ് വെക്കുന്നില്ലെങ്കിൽ അത് കവർ ചെയ്ത് ഈ പറഞ്ഞ അതിൽ കൊതുക് കാര്യങ്ങൾ കയറാത്ത രീതിയിൽ എൻഡ് ക്യാപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിൽ നെറ്റ് കാര്യങ്ങൾ വാങ്ങിയിട്ട് അത് വെച്ച് അടച്ചാൽ മതി. എന്ന് ഹോബ് വെക്കുന്നു അന്ന് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിച്ചണിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു മെയിൻ്റനൻസോ കാര്യങ്ങൾ വരുന്ന സമയത്ത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ട് കുറച്ച് കൂടുതലായിട്ട് കബോർഡ് വർക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ വേണമെങ്കിൽ അല്ലാത്ത രീതിയിൽ വേണമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ ഏരിയയിലാണ്, തൊട്ടുപുറത്ത് മാറിയ ഏരിയയിലാണ് ഫ്രിഡ്ജ് കാര്യങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രിഡ്ജിൻ്റെ ഏരിയ വരുന്നുണ്ട്. പിന്നെ ഒരു കബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് നീറ്റായിട്ട്, ഇത് ഓപ്പൺ ഏരിയ ആയതുകൊണ്ട്, ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് കുറച്ചൊരു മോഡലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഒരു പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അതുകൂടാതെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക, ഷെയറും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.